ഫൈനലി അമ്പലപ്പുഴ പായസം ദാ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. കൃഷ്ണനോടാണ് പറയാനുള്ളത്. കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ. ഒരുപാട് വട്ടം ഇവിടെ വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്. എന്താ കാര്യം? പുള്ളി വിചാരിക്കണ്ടേ നമ്മൾ അങ്ങോട്ട് പോയി പുള്ളിയെ കാണുമെന്നുണ്ടെങ്കിൽ. തൃക്കൈ വെണ്ണ ത്രിമധുരം ഈ 2 ഐറ്റം പിന്നെ പാൽപ്പായസവും. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ് മൊത്തം ഇവരൊക്കെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത് കുറച്ച് നാളായിട്ട്. 250 രൂപയാണ് ഈ പൂജാ സാധനങ്ങൾക്ക് ആയത്. നമ്മളെ രസീത് എഴുതുമ്പോൾ ഒരു 45 റുപ്പീസ് എക്സ്ട്രാ ആവുന്നുണ്ട്. അപ്പം ഇത് അമ്പലത്തിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂജ കഴിയുമ്പോൾ നമുക്ക് രസീത് കൊടുത്താൽ തൃക്കൈ വെണ്ണയും ത്രിമധുരവും ഒക്കെ നമുക്ക് പ്രസാദമായിട്ട് കയ്യിൽ തരും. അപ്പോൾ തൃക്കൈ വെണ്ണയും പ്രസാദവും ഒക്കെ ഞാൻ കഴിച്ചു നോക്കി. വെണ്ണ മധുരം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ വെണ്ണ നമ്മൾ നോർമൽ വെണ്ണ തന്നെ ആയിരുന്നു. രാവിലെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ ഈ പ്രസാദം ഉള്ളിലേക്ക് ചെന്നപ്പോഴത്തേക്കും വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. 10 മണിയോടുകൂടി പാൽപ്പായസത്തിൻ്റെ ടോക്കൺ തരും. അപ്പോൾ ക്യൂ നിന്ന് ടോക്കൺ വാങ്ങിയിട്ട് പിന്നെ ചുറ്റി ഒന്ന് അമ്പലമൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടോക്കൺ മേടിച്ചിട്ട് ഞങ്ങൾ അമ്പലക്കുളത്തിലും മഞ്ചാടി വാരലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കുമായിരുന്നു. ഒരുപാട് സമയമുണ്ടേ. അപ്പോൾ കാല് നനച്ചിട്ട് നേരെ പോയത് ഈ പുള്ളിയെ കാണാനാണ്. ഈ നിൽക്കുന്ന കാണുമ്പോൾ വലിയ പ്രൗഢിയൊക്കെ തോന്നുമെങ്കിലും ആള് ഭയങ്കര സൈലൻ്റ് ആണ്. നമ്മൾ നോക്കിയ ആള് നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. പ്രസിദ്ധമായ ഈ ഒരു പാൽപ്പായസത്തിന് പുറകെ ഒരു ഐതിഹ്യമുണ്ട്. ഇവിടുത്തെ രാജാവായ ദേവനാരായണനും പിന്നെ ഒരു തമിഴ് പ്രഭുവും തമ്മിലൊരു ചെറിയ ഈഗോ ക്ലാഷ്. അതിപ്പോൾ എന്തല്ലേ, നമുക്ക് പായസം കിട്ടിയല്ലോ. അതുപോലെ കൈനോട്ടം, പക്ഷിശാസ്ത്രം ഇതൊക്കെ നോക്കിയിട്ട് കയ്യിലിരുന്ന സമാധാനം കൂടെ കളഞ്ഞിട്ടാണ് ഞാൻ ഈ പോകുന്നത്. അപ്പോൾ പാൽപ്പായസത്തിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. നല്ലവണ്ണം ക്യൂ നിന്നാലേ നമുക്ക് പാൽപ്പായസം കിട്ടത്തുള്ളൂ. ഗുരുവായൂർ നടയിലെ ഈ പുള്ളിക്കാരൻ്റെ ഓടക്കുഴൽ വായന ആരും മിസ് ചെയ്യേണ്ട. നല്ല രസമാണ് അത് കേട്ടിരിക്കാനായിട്ട്. എൻ്റെ അറിവിലെ പാൽപ്പായസത്തിന് 160 രൂപയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് 240 രൂപയായി. പായസം കുടിച്ചു, ഒരു രക്ഷയില്ല. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിന് അഡിക്റ്റ് ആയി പോകും. ഇതുവരെ കഴിച്ചില്ലാത്തൊരു മധുരമാണ് നമ്മുടെ നാവിലേക്ക് അങ്ങ് കിട്ടുന്നത്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു, കണ്ണാ എന്താ ഈ പായസത്തിന്റെ എക്സ്പെൻസിന് കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ആള് പറയാ, മൂർത്തിയെക്കാളും വലിയ ശാന്തിയുള്ള കാലമാണ് അശ്വതിന്ന്.